നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡർ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്ന വീഡിയോ സീരീസിലെ 33ാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ എല്ലാ ആഴ്ചയും ചെയ്യുന്നത് പോലെ ഈ ആഴ്ചയും മാർക്കറ്റിൽ നല്ല വാലുവേഷനിൽ ലഭിക്കുന്ന നല്ല സ്റ്റോക്കുകളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ട്രേഡിംഗ് എന്ന മേഖലയിലേക്ക് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പാർട്ട് ടൈമായിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം വെച്ച് ഒരു കംപ്ലീറ്റ് പ്ലേലിസ്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം, ആ വീഡിയോസ് എല്ലാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതാണ്. അവിടെ പോയി നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാനും നിങ്ങൾക്ക് പാർട്ട് ടൈമായിട്ട് ട്രേഡ് ചെയ്യാനും അതുപോലെ തന്നെ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും പഠിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ ഇപ്പോൾ മാർക്കറ്റിൽ ലഭിക്കുന്ന 3 സ്റ്റോക്കുകളെയാണ്, നല്ല വാല്യുവേഷൻ ലഭിക്കുന്ന നല്ല 3 സ്റ്റോക്കുകളെയാണ് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ ഒന്നാമത്തെ സ്റ്റോക്കാണ് നമ്മൾ ഈ ആഴ്ച എടുത്തിരിക്കുന്നത്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ. അപ്പം നല്ലൊരു സ്റ്റോക്കാണ്. നമുക്ക് കാണാൻ സാധിക്കും, ഞാനിവിടെ 1 വീക്ക് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അതിമനോഹരമായിട്ട് അപ് ട്രെൻഡിൽ മൂവ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ. ഇവിടെ ഞാൻ ലോങ് ടൈം സപ്പോർട്ട് ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും പല തവണ ഇവിടെ ഈ ഒരു ലൈനെ ബൗൺസ് ചെയ്ത് ഇതുണ്ട്, വീണ്ടും ബൗൺസ് ചെയ്ത് മൂവ് ആകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഇപ്പോൾ ഈ ഒരു കാലയളവിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ കുറച്ച് സ്റ്റോക്ക്, അതായത് ലോങ് ടൈമിലേക്ക് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്കിവിടെ മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ ഒരാഴ്ച വലിയൊരു റെഡ് ക്യാൻഡിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമുക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ. അപ്പം നമുക്ക് ഡെഫിനറ്റായിട്ട് അടുത്ത ആഴ്ചയും ചെറിയൊരു കറക്ഷൻ ഇവിടെ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ കറൻ്റ്ലി ക്ലോസ് ചെയ്തിരിക്കുന്നത് 2454 അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു കറക്ഷനും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 2350 ടു 2400 റേഞ്ചിലേക്ക് വരും. അപ്പം ആ ഒരു റീജിയനിലാണ് നമ്മളൊരു നല്ലൊരു എൻട്രി എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഹിന്ദുസ്ഥാൻ യൂണിലിവറിൽ. അപ്പോൾ നിങ്ങൾക്ക് ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ കുറച്ച് സ്റ്റോക്ക് ലോങ് ടൈമിലേക്ക് പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 2350 ടു 2400 റേഞ്ചിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾ ഷോർട്ട് ടൈം ആയിട്ടാണ് ഒരു എൻട്രി എടുക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഒരു 2-3 മാസത്തിനുള്ളിൽ മോർ ദാൻ 8 to 10% അറൗണ്ട് 10% റിട്ടേൺ ആണ് നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ 2350 റേഞ്ചിൽ ഇവിടെ ഒരു എൻട്രി എടുക്കാൻ സാധിക്കുന്നതാണ്. 2350 375 റീജിയണിൽ എൻട്രി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് ഒരു നല്ലൊരു ടാർഗറ്റ് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് 2800 റേഞ്ചിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു സ്ട്രോങ് ആയിട്ടൊരു റെസിസ്റ്റൻസ് ഈ 2800 റേഞ്ചിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 400 രൂപ, അതായത് മോർ ദാൻ 10%, ഏകദേശം 15% ആണ് നമ്മളിവിടെ 15 എബോവ് 15% റിട്ടേൺ ആണ് നമ്മളിവിടെ ഒരു ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെയും നിങ്ങൾ ഒരു കുറച്ച് എമൗണ്ടാണ് നിങ്ങൾ ഈ ഒരു റേഞ്ചിൽ എൻട്രി ചെയ്യുന്നതെങ്കിൽ നിങ്ങളിവിടെ സ്റ്റോപ്പ് ലോസ് ഇടേണ്ട കാര്യമില്ല. ഇൻ കേസ് നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ നല്ലൊരു എമൗണ്ട് ഈ ഒരു റേഞ്ചിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു സ്റ്റോപ്പ് ലോസ് ഇടേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് ഒരു 2200 റേഞ്ച് അല്ലെങ്കിൽ 2150 2200 റേഞ്ചിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഇടേണ്ടതാണ്. അപ്പോൾ ഏകദേശം ഒരു 200 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വരും, ഏകദേശം 400 രൂപയുടെ ടാർഗറ്റും വരും. അപ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് ഇതിൻ്റെ അകത്തൊരു ഷോർട്ട് ടൈം ആയിട്ടാണെങ്കിലും നിങ്ങൾക്കൊരു എൻട്രി എടുക്കാൻ സാധിക്കുന്നതാണ്. നല്ലൊരു സ്റ്റോക്കാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റോക്ക് നോക്കാം. നമ്മുടെ രണ്ടാമത്തെ സ്റ്റോക്കാണ് ഏഷ്യൻ പെയിൻറ്റ്സ്. അതിമനോഹരമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും 2020 മുതൽ അപ് ട്രെൻഡിൽ മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഈ ഒരു സപ്പോർട്ട് ലൈൻ വരച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും സപ്പോർട്ട് ലൈനോട് ബൗൺസ് ചെയ്ത് വീണ്ടും മുമ്പോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ
ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിൽ വലിയൊരു കറക്ഷൻ ഉണ്ടായി ഏഷ്യൻ പെയിൻറ്റ്സിൽ. ഇപ്പം കറൻ്റ്ലി അത് ട്രേഡ് ചെയ്യുന്നത് നമ്മുടെ സപ്പോർട്ട് ലൈനോട് ചേർന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലോങ് ടൈമിലേക്ക് കുറച്ച് സ്റ്റോക്ക് നിങ്ങൾക്ക് ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ആഡ് ചെയ്യണമെങ്കിൽ ഓൾറെഡി ഇപ്പോൾ 2982 ലാസ്റ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് 2950 അല്ലെങ്കിൽ 60, 70 ഈ റേഞ്ചിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് സ്റ്റോക്ക് ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ വീണ്ടും കറക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലിൽ നിങ്ങൾക്ക് ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ആവറേജ് ചെയ്ത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ നല്ലൊരു വാലുവേഷൻ വീണ്ടും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നല്ല സ്റ്റോക്കാണ്, നല്ല ഗ്രോത്ത് ഇൻവെസ്റ്റേഴ്സിന് നല്ല ഗ്രോത്ത് കൊടുത്തേക്കുന്ന, നല്ല റിട്ടേൺ കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ഷോർട്ട് ടൈമായിട്ട് നിങ്ങൾ എൻട്രി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ഈ ഒരു റേഞ്ചിൽ ഒരു എൻട്രി എടുക്കാൻ സാധിക്കും. 2900 ഇപ്പോഴത്തെ കറൻറ്റ് പ്രൈസിൽ തന്നെ. അതിനുശേഷം നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് ഒരു 3500 വരെ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു 500 രൂപയുടെ ഒരു ടാർഗറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. നല്ലൊരു ടാർഗറ്റാണ്. അപ്പോൾ 500 രൂപയുടെ ഒന്നും ഇല്ലെങ്കിലും ഒരു 300 ആൻഡ് എബോ, അതായത് 10% ആൻഡ് എബോ ഡെഫിനറ്റായിട്ട് നമുക്കിവിടെ ഒരു ടാർഗറ്റ് ഇടാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് 2750 റേഞ്ചിൽ ഒരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക. അതായത് ഇവിടെ കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ട് 2750 റേഞ്ചിൽ ഒരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക. കാരണം നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു റേഞ്ചിൽ നല്ലൊരു സപ്പോർട്ട് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്നൊരു ബൗൺസ് ബാക്ക് എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. ഇൻ കേസ് അത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ ഒരു റേഞ്ചിൽ വീണ്ടും ഒരു സപ്പോർട്ടുണ്ട്. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്കൊരു സ്റ്റോപ്പ് ലോസ് 2750 അതുപോലെ തന്നെ ടാർഗറ്റ് 3500 വെച്ച് ഇവിടെ ഒരു എൻട്രി എടുക്കാം. അപ്പം കുറച്ച് എമൗണ്ട് മാത്രമാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു SIP ആയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ നമുക്ക് ആവറേജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നല്ലൊരു സ്റ്റോക്കാണ്, ഡെഫിനറ്റായിട്ട് നമുക്ക് എൻട്രി എടുക്കാൻ സാധിക്കും. നമ്മൾ എപ്പോഴും പറയുന്നത് നിഫ്റ്റി 50-ലെ 50 സ്റ്റോക്കുകളാണ് കൂടുതലായിട്ടും ഇതിൻ്റെ അകത്ത് വീഡിയോസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം മാക്സിമം നമ്മൾ ആവറേജിങ് കൺസെപ്റ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെയാണ് നല്ല സ്റ്റോക്കുകൾ നമ്മൾ കൂടുതലും എടുക്കുന്നത്. നമ്മൾ മോർ ദാൻ 60% ആൻഡ് 70% അറൗണ്ട് ആഡ് ചെയ്യുന്നത് എപ്പോഴും നിഫ്റ്റി 50-ലെ നല്ല സ്റ്റോക്കുകൾ ആഡ് ചെയ്യുക. ബാക്കി കൂടുതലായിട്ട് പഠിച്ച് ബാക്കിയുള്ള സെക്ടറിലെ പുതിയതായിട്ട് വരുന്ന കമ്പനികളിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നല്ലൊരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള നമുക്ക് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാനും ഫ്യൂച്ചറിലേക്ക് നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ എപ്പോഴും ഡിവൈഡ് ചെയ്ത് പല സെക്ടറിൽ പല കമ്പനികളിൽ കുറച്ച് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അവിടെ നിന്ന് പിന്നെ ഒരു കറക്ഷൻ എക്സ്പെക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ആവറേജ് ചെയ്യുമ്പോഴും എപ്പോഴും നല്ല സ്റ്റോക്കുകളിൽ മാത്രം ആവറേജ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ മൂന്നാമത്തെ സ്റ്റോക്കാണ് ഹിൻഡൽകോമും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഞാൻ 1 വീക്ക് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ് ഇവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇതും അതിമനോഹരമായിട്ട് അപ് ട്രെൻഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ ലോങ് ടൈം സപ്പോർട്ട് ലൈൻ വരച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇതിനോട് ചേർന്ന് തന്നെ ഇങ്ങനെ ട്രേഡ് ചെയ്ത് മുകളിലേക്ക് പോവാണ്. ഇവിടെയും കഴിഞ്ഞ ആഴ്ചയിൽ വലിയൊരു കറക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഡെഫിനറ്റായിട്ട് ഇപ്പം ഏകദേശം നമ്മുടെ സപ്പോർട്ട് ലൈനോട് ചേർന്ന് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ലോങ് ടൈമിലേക്ക് കുറച്ച് സ്റ്റോക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 470 ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. 450-60 റേഞ്ചിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് കുറച്ച് സ്റ്റോക്ക് ഹിൻഡൽകോമിൻ്റെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ലോങ് ടൈമിലേക്ക്. അപ്പം നിങ്ങൾക്ക് പാർട്ട് ടൈം നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എപ്പോഴും മാർക്കറ്റ് വാച്ച് ചെയ്തിരിക്കാനൊന്നും സമയം കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഡെഫിനറ്റായിട്ട് സെറോദയുടെ അക്കൗണ്ട് ഓപ്പൺ ആക്കുക. അതിൻ്റെ അകത്ത് GTT ഓർഡർ എന്ന അതിമനോഹരമായ ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു തവണ 460 എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറേ നാളത്തേക്ക് അത് അവിടെ കിടക്കും. അപ്പോൾ ഡെഫിനറ്റായിട്ട് നമ്മൾ മാർക്കറ്റ് എപ്പോഴും വാച്ച് ചെയ്യേണ്ട കാര്യമില്ല. എപ്പോഴാണോ 460 റേഞ്ചിലേക്ക് സ്റ്റോക്ക് എത്തുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഒരു ബൈ സംഭവിക്കും. അപ്പോൾ ഡെഫിനറ്റായിട്ട് നമ്മൾ തന്നെ അറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് ബൈ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ചെറിയൊരു അനാലിസിസ് നടത്തി അതിനുശേഷം നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ എത്തിയതിന് ശേഷം നമുക്കൊരു ടാർഗറ്റ് GTT ഓർഡർ തന്നെ ഉപയോഗിച്ച് നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഡെഫിനറ്റായിട്ട് സെറോദ
യുടെ അക്കൗണ്ട് നല്ലൊരു ചാർട്ടും കാര്യങ്ങളൊക്കെയാണ് തരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് സെറോദയുടെ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പം അതിനുള്ള എങ്ങനെ ഓപ്പൺ ആക്കാമെന്നും ഉള്ള വീഡിയോസ്, അതുപോലെ തന്നെ അതിനുള്ള ലിങ്കും കാര്യങ്ങളും എല്ലാം ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്സ്റ്റോക്സ് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് യൂസ് ചെയ്യാം. ഏഞ്ചൽ ബ്രോക്കിംഗ്, ഇതെല്ലാം നല്ല പ്ലാറ്റ്ഫോംസാണ്. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ ക്യാപിറ്റൽ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഒരു രണ്ട് അക്കൗണ്ട് ബ്രോക്കർ ഓപ്പൺ ചെയ്യുക. ഒന്ന് ലോങ് ടൈം ആയിട്ട് അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ കുറച്ച് ക്യാപിറ്റൽ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുക, ഷോർട്ട് ടൈം ട്രേഡിങ്. അത് മറ്റൊരു ബ്രോക്കറിൽ ചെയ്യുവാണെങ്കിൽ അത് എപ്പോഴും നല്ലതായിരിക്കും. അങ്ങനെ ഇപ്പോൾ നമുക്ക് നല്ലൊരു മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, നല്ലൊരു പോർട്ട്ഫോളിയോ, അതിൻ്റെ നല്ലൊരു വെൽത്ത് പതുക്കെ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും, ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തും ഒരു ഷോർട്ട് ടൈമായിട്ട് എൻട്രി നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ 450-60 റേഞ്ചിൽ, ഈ ഒരു 450-60 റേഞ്ചിൽ എടുക്കാം. അതിനുശേഷം നമുക്ക് ടാർഗറ്റായിട്ട് ഇവിടെ 550 വരെ ഒരു കുറച്ച് ദിവസം, അതായത് ഒരാഴ്ച മുമ്പ് അല്ലെങ്കിൽ 2 ആഴ്ച മുമ്പ് 550 ടച്ച് ചെയ്ത സ്റ്റോക്കാണ് ഇപ്പോൾ നമുക്ക് 470 ലഭിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റായിട്ട് ഏകദേശം മോർ ദാൻ 50% കറക്ഷനിലാണ് നമുക്ക് ഇത് ലഭിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റായിട്ട് ഒരു എൻട്രി എടുക്കാൻ സാധിക്കും. ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ഇടുവാണെങ്കിൽ ഏകദേശം 440 റേഞ്ചിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഇടുക. ഏകദേശം 30 രൂപ റേഞ്ചിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഇടുക. ടാർഗറ്റ് മോർ ദാൻ 50 രൂപയിൽ എബോവ് ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് നമുക്കൊരു ട്രേഡ് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എപ്പോഴും റിസ്ക് റിവാർഡ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുക. കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 1:2 എന്നത് മിനിമം. അതായത് നല്ല സ്റ്റോക്കിൽ നല്ല എൻട്രീസ് എടുക്കുക, വെയിറ്റ് ചെയ്ത് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മുടെ കയ്യിൽ കുറേ എമൗണ്ട് ഉണ്ടെങ്കിൽ ഒന്നിച്ച് കൊണ്ടുപോയി നമുക്ക് അപ്പം തന്നെ നമ്മുടെ ഒരു പോയി ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യാതെ വെയിറ്റ് ചെയ്ത് നല്ല വാലുവേഷനിലേക്ക് വരുമ്പോഴത്തേനും നല്ല സ്റ്റോക്കുകളിൽ കുറച്ച് സ്റ്റോക്ക് വെച്ച് നമ്മൾ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യുക. ഡെഫിനറ്റ്ലി അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് നല്ല സ്റ്റോക്കിൽ എൻട്രി എടുക്കാൻ സാധിക്കത്തുള്ളൂ, നല്ല വാലുവേഷനിൽ, ഫോർ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്. അതുപോലെ തന്നെ ഷോർട്ട് ടൈമിലും നല്ല സപ്പോർട്ടിലാണ് നമ്മൾ എൻട്രി എടുക്കാനും ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു റിസ്ക് ഇച്ചിരി കുറവാണ്, നല്ലൊരു സപ്പോർട്ട് റീജിയണിൽ. നമ്മൾ ബ്രേക്ക് ഔട്ട് ടെക്നിക്സ് നമ്മൾ ഈ ചാനലിൽ യൂസ് ചെയ്യാത്തതിൻ്റെ കാരണം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ കേസ് അവിടെ നിന്ന് ഒരു ശരിയായ ബ്രേക്ക് ഔട്ട് അല്ല എങ്കിൽ ഡെഫിനറ്റായിട്ട് അവിടെ നമുക്കൊരു പെട്ടെന്ന് അവിടെ ഒരു വലിയൊരു നഷ്ടം സംഭവിക്കാൻ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഒരു സപ്പോർട്ട് റീജിയനിൽ നമ്മൾ എൻട്രി എടുക്കുന്നത്. അതുപോലെ തന്നെ പാർട്ട് ടൈമായിട്ട് ചെയ്യുന്നവരെ എപ്പോഴും ചില ആവറേജിങ് എന്ന കൺസെപ്റ്റും ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല സ്റ്റോക്കുകളിൽ മാത്രമാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. നല്ല മാർക്കറ്റ് ക്യാപിറ്റലുള്ള നിഫ്റ്റി 50 സ്റ്റോക്കുകൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ളത്. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ കൺസെപ്റ്റ് നമ്മൾ മുമ്പോട്ട് പോകുന്നതും നല്ല വെൽത്ത് ഇതുപോലെ ക്രിയേറ്റ് ചെയ്തതും. അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നല്ലൊരു ഹാപ്പി ട്രേഡിംഗ് ഡേയ്സ് ആശംസിക്കുന്നു. ഡെഫിനറ്റ്ലായിട്ട് മുമ്പോട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു മാർക്കറ്റ് ഡെഫിനറ്റായിട്ട് നമ്മുടെ ഫേവറിലേക്ക് വരുമെന്നും നല്ലൊരു ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നും. അപ്പോൾ നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണാം. അതുവരെ ഈ വീഡിയോ കണ്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. അപ്പം കൂടുതലായിട്ട് ബാക്കിയുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രാധാന്യം ബാക്കിയുള്ളവരോടും പറയുക. കാരണം നമ്മുടെ GDP ഒക്കെ നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെഫിനറ്റ്ലായിട്ട് ഇന്ത്യൻ എക്കണോമി ഫ്യൂച്ചറിലേക്ക് ഡെഫിനറ്റ്ലായിട്ട് ഗ്രോ ചെയ്യും എന്ന് നമ്മൾ വിശ്വസിച്ച് നമുക്ക് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും നമ്മുടെ വെൽത്തും അതിൻ്റെ ഒപ്പം ഉറപ്പാക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഒരിക്കൽ കൂടി ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. അപ്പോൾ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.